തോമസ് കെ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, ദേവദർശിനി തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഈ പടം കാണാൻ കുറച്ച് കാരണമുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേരായിരുന്നു ഇതിൻ്റെ. പിന്നെ ദിലീഷ് പോത്തൻ മെയിൻ റോളിൽ വരുന്നു, അതുപോലെ ദേവദർശിനി മലയാളത്തിൽ വരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ആഴ്ച വേറെ ഏതോ ഒരു സിനിമ കണ്ടപ്പോഴാണ് കണ്ടത്. അപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നി. കാരണം ഒരു ത്രില്ലർ മൂഡുള്ള ഒരു സിനിമ എന്ന രീതിയിലാണ് ട്രെയിലർ വന്നിട്ടുള്ളത്. ബുക്ക് മൈ ഷോയിൽ നോക്കിയാലും എൻ്റെ ജോണർ സസ്പെൻസ് ഡ്രാമ എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും പടം കാണണമെന്ന് തീരുമാനിച്ചത്. ബട്ട് ഇതൊരു ത്രില്ലർ ഫിലിം അല്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു ചെറിയ ത്രില്ലർ മൂഡുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ഇതിന്റെ ജോണർ കംപ്ലീറ്റ് മാറി ഒരു ഇമോഷണൽ ഡ്രാമയായിട്ട് മാറുകയാണ്. എന്ന് വെച്ചാൽ ഈ ബേസിക്കലി അമ്മ എന്ന പോരാളി എന്ന് പറയില്ലേ, അത് തന്നെയാണ്. ഒരു കുഞ്ഞും 4 അമ്മമാരും ഇവർക്കിടയിലുള്ള ഒരു കറക്കമാണ് ഈ സിനിമ എന്ന് പറയാം. പോസിറ്റീവ്സ് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ ഇതിന്റെ ഇമോഷണൽ പോർഷൻസ് വർക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്ച്വലി ഒരു അമ്മപ്പാസം സ്റ്റോറിയാണ്. അതൊരു ത്രില്ലർ മൂഡിൽ ഒരുക്കാൻ നടത്തിയ ഒരു ശ്രമം ഉണ്ടല്ലോ, അത് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ കവന്ത എന്ന ഇതിൽ പറയുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒരു പുതുമയായിരുന്നു കാണാനായിട്ട്. ചില ഏരിയൽ ഷോട്ട്സ് ജീപ്പിൽ പോകുമ്പോൾ ആ സ്ഥലം കാണിക്കുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സോ അനീഷ് ലാലിന്റെ DOP നൈസ് ആണ്. പിന്നെ ഒരു ഇമോഷണൽ സോങ് ഇതിലുണ്ട്, അത് കൊള്ളാം. നല്ല ടച്ചിങ് ആയിട്ടുള്ള മ്യൂസിക് ആയിരുന്നു, വരികളും. ഗോപി സുന്ദറാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലയിടങ്ങളിലും പതിവ് പോലെ തന്നെ പുള്ളി വളരെ ലൗഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സീൻ ആരംഭിക്കുന്നതിന് മുമ്പേ നമുക്കറിയാം ഈ ഭാഗം ത്രില്ലർ മൂഡുള്ളതാണ്, അടുത്തത് കോമഡിയാണ്, ഇനിയുള്ളത് ഇമോഷണൽ സീനാണ് എന്നൊക്കെ. പെർഫോമൻസിൽ ദിലീഷ് പോത്തൻ, ദേവദർശിനി, ജാഫർ ഇടുക്കി, ശ്രുതി ജയൻ, നവാസ് വള്ളിക്കുന്ന് ഇവരെല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ദേവദർശിനി എനിക്ക് ഇഷ്ടമുള്ളൊരു നടിയാണ്. ഞാൻ മെയ്യഴകൻ ഫിലിം റിവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫൈനലി പുള്ളിക്കാരിക്ക് നല്ലൊരു റോൾ കിട്ടിയല്ലോ എന്ന്. അവരുടെ ഫസ്റ്റ് മലയാളം പടമാണെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. അവരിതുവരെ മലയാള പടവും ചെയ്തില്ല എന്ന് തോന്നി. ബട്ട് സത്യമാണ്, അമ്മിണി അമ്മ എന്ന ക്യാരക്ടർ വളരെ പ്രാധാന്യമുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു അമ്മയുടെ കഥയാണ് ഈ പടം. പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇമോഷണൽ ഭാഗങ്ങളൊക്കെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എഴുതിയേക്കുന്ന വിധം അതത്ര കൺവിൻസിങ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു 70കളിലൊക്കെ ആണെങ്കിൽ ശാരദാമ്മയൊക്കെ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്തു വന്നാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരിയുടെ ആ ഒരു യാത്രയൊക്കെ സംഭവിക്കാമായിരിക്കാം, പക്ഷെ അത് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. ബേബി നിഹാരയാണ് ആ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. മീര വാസുദേവൻ, TG രവി, മുത്തുമണി, അലൻസിയർ, മാല പാർവതി, നഞ്ചിയമ്മ, ശരത് ദാസ്, അങ്ങനെ ഒരുപാട് പേര് ചെറിയ ചെറിയ റോളുകളിൽ വരുന്നുണ്ട്. സോ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മിക്കവരും പ്രഗത്ഭർ തന്നെയാണ്. സോ അങ്ങനെ തീരെ ചെറിയ പടം എന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ സ്ക്രിപ്റ്റും പടത്തിന്റെ ട്രീറ്റ്മെന്റും വളരെ ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പലപ്പോഴും ഒരു വെൽ മെയ്ഡായ സീരിയൽ പോലെ തോന്നി. ഇപ്പം 98-99 കാലത്താണെന്ന് തോന്നുന്നു സംവിധായകൻ വിനയൻ അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത ഒരു സീരിയൽ ദൂരദർശനിൽ ഉണ്ടായിരുന്നു, കണ്ണീർ മഴയോ അങ്ങനെ എന്തോ ആയിരുന്നു പേരെന്നാ തോന്നുന്നത്. അതില് അനില എന്ന് പറഞ്ഞ നടി രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനുണ്ട്. കയ്യിലൊരു കുട്ടി ഉണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. ഞാനപ്പോൾ കുട്ടിയായിരുന്നു, ചെറിയൊരു ഓർമ്മയാണ്. അപ്പം ആ ഒരു സീൻ ഈ പടത്തിലെ ഒരു സീൻ കണ്ടപ്പോൾ ഓർമ്മ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ശാരദാമ്മ അഭിനയിച്ച അഗ്നിപരീക്ഷ എന്ന പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടവും എനിക്ക് ഓർമ്മ വന്നു. സോ പറഞ്ഞു വന്നത് ബേസിക്കലി ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് മേക്കിംഗ് സ്റ്റൈലൊക്കെ വളരെ പണ്ടിറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു എന്ന ഫീല് തരുന്നുണ്ടായിരുന്നു. ഇന്നിങ്ങനെ ഒരു സിനിമ വലിയ സ്റ്റാർസ് ഒക്കെ അഭിനയിച്ച് വലിയ ബജറ്റിൽ വന്നാൽ പോലും തിയേറ്ററിൽ ഓടാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. സോ ഞാനിതാ ട്രെയിലർ കണ്ട ഒരു മതിപ്പ് കൊണ്ട് പോയി കണ്ട സിനിമയാണ്. പക്ഷെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇടയ്ക്കൊക്കെ നല്ല മടുപ്പ് ഫീൽ ചെയ്തു. ഒരുപക്ഷെ ചിലർക്ക് നന്നായിട്ട് കണക്ട് ആകുമായിരിക്കും. ഇപ്പം 70കളിലും 80കളിലും ഒക്കെ ജീവിച്ചവർക്ക് ആ ഒരു കാലത്തെ ഒരു ഫിലിം പോലെയാണല്ലോ എടുത്തു വെച്ചേക്കുന്നത്. പുതിയ സംവിധായകരൊക്കെ ഇങ്ങനെയുള്ള പഴയ ടൈപ്പ് സ്റ്റോറി ആണെങ്കിൽ പോലും ഒരു പുതിയ രീതിയിൽ അത് പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതല്ലേ. പടം തീരെ കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണ് പറഞ്ഞത്. സോ ഇതോടുകൂടി ഇങ്ങനെ ചെറിയ ഫിലിംസ് ഒക്കെ ട്രെയിലർ മാത്രം കണ്ടിട്ട് തിയേറ്ററിൽ പോയി കാണണ്ട എന്നൊരു തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ചിലപ്പോൾ നവാഗതര സംവിധായകരായിരിക്കാം, അവരുടെ കഷ്ടപ്പാടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വെറുതെ അത് കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞ് പടത്തെ കൊല്ലുന്നു എന്നുള്ള പഴി കേൾക്കണ്ടല്ലോ. അല്ല, എൻ്റെ വീഡിയോസ് കുറച്ച് പേരെ കാണാറുള്ളത് വേറെ കാര്യം. അറ്റ് സെയിം ടൈം നവാഗത സംവിധായകരുടെ ബിഗ് ബഡ്ജറ്റ് വലിയ സ്റ്റാർസ് ഉള്ള ഫിലിം ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി കാണും, അഭിപ്രായം പറയുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള അത്ര നല്ലതെന്ന് മറ്റുള്ളവർ കൂടി അഭിപ്രായം പറയുന്നത് കേട്ട ചെറിയ സിനിമകളാണെങ്കിലും കണ്ട് റിവ്യൂ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. പക്ഷേ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺലി. നിങ്ങൾക്ക് ഇതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.